ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കേരളത്തിൽ വ്യാപകമായി നടക്കുന്ന വാട്സ്ആപ്പ് ഹാക്കിങ്ങിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മുടെ വാട്സ്ആപ്പിനെ ഇതിൽ നിന്ന് എങ്ങനെ സംരക്ഷിക്കാം, നമുക്ക് നമ്മുടെ വാട്സ്ആപ്പ് ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് എങ്ങനെ അറിയാം, അത് നമുക്ക് വാട്സ്ആപ്പിലെ തന്നെ ചില ഫീച്ചേഴ്സ് വെച്ചിട്ട് നമുക്കത് മനസ്സിലാക്കാവുന്നതാണ്. അവസാനം വരെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. അവസാനം ഞാൻ നിങ്ങൾക്കായി ഒരു ബോണസ് ടിപ്പ് കൂടെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നുണ്ട്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തുക, ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് അമർത്തിക്കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒരു സ്ക്രീൻഷോട്ട് കൊണ്ടുവരികയാണ്. ഇത് ഇന്നലെ രാത്രി കേരള പോലീസിൻ്റെ ഫേസ്ബുക്ക് പേജിൽ വന്നൊരു പോസ്റ്റാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് തോന്നുന്നു. ഈ സമയം ഹാക്കിങ്ങുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കണ്ടതിന് ശേഷം ആ വീഡിയോ കൂടി ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് സംഭവം എന്ന് കൃത്യമായൊരു ഐഡിയ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായി നമ്മൾ വാട്സപ്പ് ആപ്പ് ആദ്യം നമുക്ക് ഓപ്പൺ ആക്കി എടുക്കേണ്ടതുണ്ട്. ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്കിവിടെ 3 ഡോട്ട്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതായത് സെറ്റിങ്സിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു സെക്ഷൻ കാണാം. അപ്പോൾ നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ആക്കുക. അപ്പോൾ നമുക്ക് കുറച്ച് സെറ്റിങ്സ് കാണാം. പ്രൈവസി, സെക്യൂരിറ്റി, അപ്പോൾ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ. നമ്മുടെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ. അതായത് നമ്മുടെ OTP ഉപയോഗിച്ചിട്ടാണ്, 1 ടൈം OTP ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വാട്സപ്പ് ഓപ്പൺ ആക്കുന്നത്. അപ്പം നമ്മുടെ മൊബൈൽ നമ്പർ കിട്ടിയാൽ പോലും ഹാക്കേഴ്സിന് നമ്മുടെ വാട്സപ്പ് ഹാക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ 1 ടൈം പാസ്വേഡ് കിട്ടിയാലും എങ്ങനെ നമ്മുടെ വാട്സപ്പിന് നമുക്ക് സംരക്ഷിക്കാം എന്നാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. അതായത് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ. ഇത് നമ്മൾ അനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പ് നമുക്ക് സംരക്ഷിക്കാവുന്നതാണ്. ആ ഒരു 6 ഡിജിറ്റുള്ള ഒരു നമ്പറാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. ആ നമ്പർ നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് മാത്രമേ അതിൽ എൻ്റർ ചെയ്യാൻ കഴിയുകയുള്ളൂ. നമുക്ക് അതെങ്ങനെ അനേബിൾ ചെയ്യാമെന്ന് നോക്കാം. അതിനായി നമ്മളിവിടെ അനേബിൾ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഒരു 6 ഡിജിറ്റ് നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കൺഫേം യുവർ പിൻ എന്ന് പറഞ്ഞ് വീണ്ടും ഒരിക്കൽ കൂടെ നമ്മൾ അത് കൺഫേം ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരിക്കൽ കൂടെ നമ്മുടെ ഇമെയിൽ ID ഇവിടെ കൊടുക്കണം. ഇമെയിൽ ID നിങ്ങൾ സ്കിപ്പ് ചെയ്യാവുന്ന ഓപ്ഷൻ ഉണ്ട്, പക്ഷേ സ്കിപ്പ് ചെയ്യരുത്. നമ്മുടെ ഈ നമ്പർ നമ്മൾ മറന്നു പോയാലും നമുക്ക് ഈ ഇമെയിൽ ID ഉപയോഗിച്ച് നമുക്കിതിൽ എൻ്റർ ആവാൻ കഴിയുന്നതാണ്. ഒരിക്കൽ കൂടെ കൺഫേം യുവർ ഇമെയിൽ ID എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒന്നും കൂടെ കൺഫേം ചെയ്ത് കൊടുക്കുക. നമ്മുടെ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ പൂർണ്ണമായിട്ടുണ്ട്. നമുക്ക് ചെയ്യാൻ കഴിയുന്ന മറ്റൊരു കാര്യമാണ് സെക്യൂരിറ്റി അലർട്ട്. അതിനായി നമ്മൾ ഈ സെക്യൂരിറ്റി ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയുള്ള ഒരു സംഭവം ഇവിടെ കാണാം. അത് നമ്മൾ അനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ഹാക്ക് ചെയ്യാനുള്ള ഒരു ശ്രമം എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ നമുക്കത് നോട്ടിഫിക്കേഷനായി നമ്മുടെ ഫോണിൽ വരികയാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ വാട്സപ്പ് ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് നമുക്ക് എങ്ങനെ അറിയാമെന്നാണ്. അതിനായി നമ്മൾ ഈ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇവിടെ വാട്സപ്പ് വെബ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് കാണാം. അതൊന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസാണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ നമ്മുടെ ഇവിടെ QR ഓക്കെ എന്ന് കൊടുക്കുമ്പോൾ നമ്മുടെ ഇവിടെ QR കോഡ് ഇവിടെ സ്കാൻ ആവുന്നുണ്ടെങ്കിൽ, സ്കാൻ എന്ന് പറഞ്ഞിങ്ങനെ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആണെങ്കിൽ നമ്മുടെ വാട്സപ്പ് സേഫാണ്. എന്നാൽ ഇവിടെ എന്തെങ്കിലും ക്രോം ബ്രൗസറെന്നോ മോക്സില്ല ഫയർഫോഴ്സ് എന്നോ ഏതെങ്കിലും ഡെസ്ക്ടോപ്പ് എന്നോ എന്തെങ്കിലുമാണ് കാണുന്നതെങ്കിൽ നമ്മുടെ മറ്റേതെങ്കിലും സിസ്റ്റവുമായിട്ട് കണക്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് അതിനർത്ഥം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ലോഗ് ഔട്ടെന്നോ ഡിസ്കണക്റ്റ് എന്നോ ഒരു ഓപ്ഷൻ കാണും. അതിൽ കൊടുത്ത് ലോഗ് ഔട്ട് ആവുക. അപ്പോൾ നമ്മുടെ വാട്സപ്പ് സേഫാണ്. അപ്പോൾ നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ പ്രോസസ്സ് എന്തായാലും നിങ്ങൾ ചെയ്തിരിക്കണം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതിനുകൂടെ ഞാൻ ഒരു ബോണസ് ടിപ്പിൻ്റെ കാര്യം കൂടെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എല്ലാം എത്തിക്കുക. ഇതിപ്പോൾ വളരെ വലിയൊരു പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്രയും വേഗത്തിൽ എത്തിക്കുക. അപ്പോൾ നിങ്ങൾ ആലോചിക്കും എങ്ങനെയാണ് ഇത് ഷെയർ ചെയ്യുക, 5 പേർക്കല്ലേ വാട്സാപ്പിൽ ഷെയർ ചെയ്യാൻ കഴിയുമെന്നാണ്. അപ്പോഴത്തേക്ക് ഞാൻ വേറൊരു ടിപ്പ് പറഞ്ഞു. ബ്രോഡ്കാസ്റ്റിനെ പറ്റി നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും, എന്നാൽ അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഇത് പറയുന്നത്. അപ്പോൾ ന്യൂ ബ്രോഡ്കാസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മുടെ കോൺടാക്ട്സിലുള്ള എല്ലാവരെയും സെലക്ട് ചെയ്യാൻ കഴിയും. എല്ലാവരെയും എന്ന് പറഞ്ഞാൽ 256 പേരെ നമുക്കിതിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയും. എന്നിട്ട് ഇതിന് ഒരു പേര് കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ന്യൂ ബ്രോഡ്കാസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ, ഇതിൽ നമുക്ക് 256 പേരെ
ആഡ് ചെയ്യാൻ പറ്റും. ഇതിൽ ഞാനിപ്പോൾ 7 പേരെയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മുടെ ഫോണിൽ മാത്രം ഒരു ഗ്രൂപ്പ് പോലെ നമുക്ക് കിടക്കും. പക്ഷേ ഇത് മറ്റുള്ളവർക്ക് ഇതൊരു ഗ്രൂപ്പാണെന്നോ ഒന്നും അറിയാൻ പറ്റത്തില്ല. നമുക്ക് പക്ഷേ 256 പേർക്ക് ഒരുമിച്ച് നമുക്ക് ഒരു മെസ്സേജ് സെൻഡ് ചെയ്യാൻ കഴിയും. അപ്പോൾ അതിനായിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഇത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും ഞാൻ വിചാരിക്കുന്നു. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ പേര് ഇവിടെ എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഫ്രണ്ട്സ് എന്നോ എന്താ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾ ബ്രോഡ്കാസ്റ്റ് എന്ന ഓപ്ഷനിലൂടെ എത്തിക്കുക. അവരും ഈ ഹാക്കിങ്ങിൽ നിന്നും രക്ഷപ്പെടട്ടെ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂട്ടത്തിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.